ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കണ്ണൂർ ജില്ലയിലെ കാട്ടിലപ്പള്ളിയിൽ മഖാം ഉറൂസിനാണ് വന്നിട്ടുള്ളത്. 3 പെറ്റുമ്മ പള്ളി എന്നും ഇതറിയപ്പെടും. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ജാതിഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാം, പ്രാർത്ഥിക്കാം. ഇതാണ് പ്രധാന ഖബർസ്ഥാനം. ഇവിടെ ചന്ദനത്തിരിയും വെള്ളത്തുണിയും അതുപോലെ കുട്ടിക്കുപ്പായം ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ച വെക്കാറുണ്ട്. ഞാനും ഒരു ചന്ദനത്തിരി വാങ്ങിച്ച് പ്രാർത്ഥിച്ചിട്ട് വെച്ചു. അതുപോലെ പുറത്തും ഒരു ഖബർസ്ഥാനമുണ്ട്, അവിടെയും ഒരു തിരി വാങ്ങിച്ചു. അപ്പം കുറേ ആൾക്കാർ അവിടെ കാണുന്നുണ്ട്. ഞാനും പ്രാർത്ഥിച്ചിട്ട് ചന്ദനത്തിരി അവിടെ വെച്ചു. ഇതുകൂടാതെ വേറെയും ഖബറുകൾ ഇവിടെ കാണുന്നുണ്ട്. ഉറൂസിന്റെ ഭാഗമായി ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേജൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. പക്ഷെ നമുക്കത് കഴിക്കാനുള്ള ഭാഗ്യമില്ല കേട്ടോ. കാരണം വീട്ടിൽ നേരത്തെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമ്മളങ്ങ് പുറത്തേക്ക് കീഞ്ഞു. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുട്ടോ. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, നബീലയും ലബീനയും. അവരുള്ളത് ഭാഗ്യമായി. എന്താണെന്നറിയാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കൂടാതെ ഞാൻ കുറേയായി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇന്നാണ് അത് സാധിച്ചത്. ഞങ്ങളങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങി. ഉറൂസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ചന്തയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം ഓരോന്നിങ്ങനെ പോയിട്ട് നോക്കലാന്ന്. ഇവിടെ കുറേ തൊപ്പികളും പിന്നെ കുറേ പുസ്തകങ്ങളൊക്കെയാണ് കാണുന്നത്. പുസ്തകം പിന്നെ എനിക്ക് വായിക്കാനൊന്നും അറിയാത്തതുകൊണ്ട് ഇത് തുറന്നു നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പേ പറഞ്ഞു, അമ്മയെ ഒരു വലിയ ജീപ്പ് വാങ്ങിത്തരണം. അപ്പം ജീപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ നടത്താൻ തുടങ്ങിയത് തന്നെ. ഇവിടെ ടോയ്സിൻ്റെ ഷോപ്പൊന്നും കാണുന്നില്ല. പിന്നെ അത്തറിൻ്റെ എല്ലാം ഷോപ്പ് കാണുന്നുണ്ട്. അപ്പം അത്തറൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നബീല പറഞ്ഞു, ഇന്നലെ വന്നതുകൊണ്ട് ഞാനിന്നൊന്നും വാങ്ങുന്നില്ല, ജസ്റ്റ് കറങ്ങാന്ന് വെച്ചിട്ട് ഒപ്പരം കൂടിയതാണ്. പിന്നെ കുറച്ച് ഇപ്പുറം നോക്കുമ്പോൾ പൊരീൻ്റെ ഒക്കെ ഷോപ്പ് കണ്ടു. പിന്നെ കുറേ നമ്മളെ പണ്ടത്തെ മിഠായികളും ഹലുവയെല്ലാം കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ വായിന്ന് വെള്ളം വരും. പക്ഷേ അതിൽ എണ്ണ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് തിന്നാൻ തോന്നില്ല. അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്തെ ചേട്ടൻ വിളിച്ചു, ഹലോ നമ്മളെ വീഡിയോ ഒന്നും എടുക്കുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു വരാം, അവിടെ നിൽക്കുക പറഞ്ഞു. അപ്പം ഇവിടെയുള്ള ചേട്ടൻ ഹലുവയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റേ മെക്സിക്കൻ ഹലുവ, കൊറിയൻ ഹലുവ എന്നൊക്കെ പറയുന്നുണ്ട്. എനക്കൊന്നും തിരിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടുന്ന് പിന്നെ ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ഓരോന്നും ഞാൻ നോക്കുമെന്ന്. ഈ ചേട്ടൻ പൊരിയൊക്കെ കാണിച്ചിട്ട് ഒരു പാട്ടൊക്കെ 50 പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നടക്കുന്നു. പൊരി വെയിൽ പറഞ്ഞാൽ അമ്മാതിരി വെയിലാന്ന്, കണ്ണൊന്നും തുറക്കാൻ കഴിയുന്നില്ല. കൂടാണ്ട് കുടയും എടുത്തില്ല. ഏത് നേരം ബാഗിൽ കുടയും ഒരു കുപ്പി വെള്ളം ഉണ്ടാവുന്നതാണ് സാധാരണ. പക്ഷെ ഇന്നെന്തോ കുടയെടുക്കാൻ മറന്നുപോയി ഞാൻ. അപ്പം അങ്ങനെ ഈ കാണുന്ന പലഹാരങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ഉണ്ട്. കൂടാതെ നമ്മളൊരു വലിയൊരു ഷോപ്പിലെത്തി. ഏതെടുത്താലും 30 രൂപ എന്ന കട എഴുതി കാണിക്കുന്നത്. പക്ഷെ 30 ഒന്നല്ല, അവിടുന്ന് ഓരോ സാധനം എടുക്കുമ്പോൾ നമുക്ക് തിരിയുള്ളൂ. പിന്നെ കുറേ കളർഫുള്ളായിട്ടുള്ള ആനിമൽസും ടോയ്സൊക്കെ കണ്ടു. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ബസ്സൊക്കെ തപ്പുന്നു, പക്ഷെ ബസ്സൊന്നും കാണുന്നില്ല. പിന്നെ അവിടെ കുറേ ഫാൻസി ഐറ്റംസും എല്ലാം ഉണ്ടായി. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല. ചെറുപ്പത്തിലാണെങ്കിൽ കുറേ കുപ്പിവളയും ക്ലിപ്പും ഒക്കെ വാങ്ങും. പക്ഷെ ഇന്നെന്തോ ഒന്നും എടുക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ നോക്കുന്നത് ഇറുക്കിയാണ് കേട്ടോ. ഇറുക്കി കുറേ തപ്പി. വലിയ ഇറുക്കിയല്ല. പിന്നെ എൻ്റെ ഈ കോലുമുടിക്ക് വലിയ ഇറുക്കിയൊന്നും പറ്റൂല. പിന്നെ ചെറിയ ഇറുക്കി കണ്ടിട്ട് ഞാൻ നോക്കി. അതെനിക്ക് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സാധാരണ എനിക്ക് കമ്മലിനോടാണ് കേട്ടോ കമ്പം ഉണ്ടാവില്ലേ. പക്ഷെ ഇപ്രാവശ്യം കമ്മൽ ഒന്നും കാണുന്നില്ല. സാധാരണ 40 രൂപേൻ്റെ കമ്മലില്ലേ നമ്മൾ പണ്ടത്തെ ഉത്സവത്തിനെല്ലാം ഉണ്ടാകുന്ന പോലത്തെ, അത് ഇപ്രാവശ്യം കാണുന്നില്ല കേട്ടാ. പിന്നെ കുറേ മാലകളൊക്കെ കണ്ടു. പെമ്പിളറിലാണെങ്കിൽ മാലയെല്ലാം വാങ്ങിക്കൊടുക്കുക. പക്ഷെ പെണ്ണല്ലല്ലോ. എന്നിട്ട് പിന്നെ ഞാനങ്ങനെ ഒരു ക്ലിപ്പ് എടുത്തു. ഇവിടെ ഇഷ്ടംപോലെ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഓറഞ്ച് ക്ലിപ്പിനെ ഞാൻ നോക്കിയെടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോൾ ഒരു കുത്തുന്ന പോലത്തെ സാധനം കണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുത്തുന്ന ഞാൻ തോന്നുന്നു. ഇത് വേവിച്ച് ഉരുളക്കിഴങ്ങ് കുത്തുന്നില്ലേ,
ദേഷ്യം വന്നാൽ പിന്നെ ഭർത്താവിനെയും കുത്താന്ന് പറഞ്ഞു അവര്. അപ്പം പിന്നെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് വേണ്ടി 2-3 പ്ലേറ്റും അതെല്ലാം നോക്കുമെന്ന്. അപ്പോൾ 2-3 പ്ലേറ്റ് എടുത്തു. ഞാൻ ഉപ്പിട്ട് വെക്കുന്നൊരു പാത്രം നോക്കിയിട്ടോ. അതിൽ ഉപ്പ് മാത്രമല്ല കുരുമുളകും മറ്റേ ചെറിയ ചെറിയ തരികളിലെ പൊടികളിൽ ഇട്ട് വെക്കാം. അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്തു. പിന്നെ വേറെയും കുറേ എന്തൊക്കെയോ പാത്രങ്ങൾ കാണുന്നുണ്ട് കളർഫുള്ളായിട്ട്, എടുക്കണം തോന്നുന്നുണ്ട്. പക്ഷെ പൈസ വേണ്ടേ, അതുകൊണ്ടൊക്കെ നോക്കി അവിടെ വെച്ചു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത പ്ലേറ്റുകൾ, കറുപ്പും മഞ്ഞയും ചുവപ്പും. പിന്നെ ഇതൊക്കെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, തലക്ക് മസാജ് ചെയ്യുന്നത് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ മുടി പോവും വേഗം. നോൺ സ്റ്റിക്ക് എല്ലാം തൂക്കിയൊക്കെ നമ്മൾ ചുമരിൽ അല്ലെങ്കിൽ ടൈൽസിലെല്ലാം ഒരു ഊക്ക് വെക്കല്ലേ, അതുപോലത്തെ 2-3 വാങ്ങിച്ചു. അപ്പം വീട്ടിൽ നോൺ സ്റ്റിക്ക് വെക്കാൻ വേണ്ടി സ്ഥലമില്ല, അപ്പം അതിനൊരു പരിഹാരമായി ഇന്ന്. കുറേ കീ ചെയിനൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികളുടെ ബുക്ക്, വരക്കുന്ന ഡ്രോയിങ് ബുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും വാങ്ങില്ല, അവന് വീട്ടിൽ കുറേ ഉണ്ട്. പിന്നെ ഇത് കണ്ടാൽ പിന്നെ ആരായാലും എടുത്ത് നോക്കിയോളൂ. ഞാൻ പിള്ളേരെ പോലെ ഇങ്ങനെ ഊതി കളിച്ചു. അപ്പം പാടില്ലവരെല്ലാം എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഞാൻ പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല, ആയുധം വെച്ച് കളിയില്ലല്ലോ. ഇപ്പുറത്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കുറേ മൺചട്ടികളും കലങ്ങളും, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കുട്ടനെ 2 കുപ്പായം എടുത്തു. ഇതാവോന്നറിയില്ല, ഓനില്ലാണ്ട് ആദ്യമായിട്ടാണ് നോക്കിയിട്ട് എടുക്കുന്നത്. ആയാൽ മതിയായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ സെലക്ട് ചെയ്ത് പച്ചയും ഒരു ചുവപ്പ് പാൻറ്റുമാണ് എടുത്തത്. ഇത് രണ്ടും അടിപൊളിയല്ലേ. ഈ കാണുന്ന റൈഡ്സൊക്കെ രാത്രി ഓപ്പൺ ആവുമല്ലോ കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ വരണം. പിന്നെ നമ്മൾ നടന്ന് കരിമ്പിൻ്റെ അടുത്ത് എത്തി, ദാഹിച്ച് പൊട്ടുന്നു. അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്നു. അപ്പോൾ ആ ചേട്ടനോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഒരു സബ്സ്ക്രൈബറേയും കിട്ടി അവിടുന്ന്. അപ്പം ഞാനും അവരതും സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം കരിമ്പ് ജ്യൂസ് ആക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ മിഷനിലെ കരിമ്പിടുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കണം എന്ന് വെച്ചാൽ കേട്ടോ, എനക്കൊന്നും അതിലിടാൻ തരുമോ. പക്ഷെ കൈയായിട്ട് ഇറങ്ങിപ്പോയാൽ കയ്യില്ല. അങ്ങനെ നമ്മളെ കരിമ്പിൻ ജ്യൂസ് റെഡി ആയിട്ടോ. പിന്നെ 2 കസ്റ്റമറും കൂടെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവർക്കും ഞാൻ തന്നെ ഒഴിച്ചു. അങ്ങനെ ഞാൻ തന്നെ സെർവറായി മാറിയിട്ടോ. വേറെ ഇതിൽ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല, ഐസൊന്നും ചേർത്തിട്ടൊന്നുമില്ല, ഫ്രഷ് ജ്യൂസ് തന്നെയാണ്. അപ്പം ഞാനെൻ്റെ ചങ്ങായിക്കും ഒന്ന് കൊടുത്തു, ഞാനും ഒന്ന് കുടിച്ചു. അങ്ങനെ നമ്മൾ ചിയേഴ്സ് അടിച്ചിട്ടാണ് കേട്ടോ കുടിച്ചത്. നന്നാ മധുരം എന്നറിയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ കാലമായിട്ട് ഞാൻ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ 2 ആൾ കരിമ്പ് ചെത്തുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. കുറേ കരിമ്പുണ്ട്, ഇഷ്ടം പോലെ കരിമ്പുണ്ട്. അപ്പം ലാസ്റ്റ് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് 100 രൂപക്ക് ഒരു കരിമ്പും വാങ്ങിച്ചു. പിന്നെ നേരെ എത്തിയത് ഹലുവേൻ്റെ കടയിലാണ്. അപ്പം അവിടുന്ന് എനിക്കൊരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടാ. അങ്ങനെ ഈ നടത്തത്തിനൊടുവിൽ 2 സബ്സ്ക്രൈബറായി. അങ്ങനെ നമ്മളിവിടുന്ന് കടലയും ഹലുവയും പൊരിയൊക്കെ വാങ്ങി, കൂടാതെ കുറച്ച് സ്വീറ്റ്സും വാങ്ങി. പിന്നെ മകാമുറൂസിന് വന്നാൽ മെയിനായിട്ട് വാങ്ങുന്ന 2 സാധനങ്ങളാണ് കരിമ്പും ഹലുവയും. ഇത് രണ്ടും ഇല്ലാണ്ട് ഒരാളും വീട്ടിലേക്ക് മടങ്ങാറില്ല. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ടോ, വെയിൽ കൊണ്ടിട്ട്. പിന്നെ കൂടാതെ നമ്മൾ ഇവിടെയിൽ എല്ലാ കടകളൊന്നും ഉൾപ്പെടുത്തില്ല, അല്ലെങ്കിൽ ഇതൊരു ലോങ് വീഡിയോ ആണ്. അതും കൂടെ ചേർത്താൽ പിന്നെ ലോങ് ആയി മാറും. പിന്നെ നമ്മൾ നടന്നിട്ട് ചന്ത തീർന്നു. അപ്പോഴാണ് ഒരു അത്തർ കച്ചവടക്കാരനെ കണ്ടത്. ഇപ്പം നബീല ഇങ്ങനെ ഓരോന്ന് മണത്ത് നോക്കുന്നുണ്ട്. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല് തന്നെ അവൾ സെലക്ട് ചെയ്തു. ഞാൻ എന്തായാലും എടുക്കുന്നില്ല, എനിക്ക് അത്തറിനോടും സ്പ്രേനോടും അത്ര താല്പര്യമില്ല. അപ്പം അവളൊന്ന് എടുത്തു. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.